ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനും പുരികം നല്ല കട്ടിയിൽ വളരാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് പുരികത്തൊക്കെ തേച്ചെടുക്കുകയാണെങ്കിൽ പുരികം നന്നായിട്ട് തന്നെ വളരും. ആ വളരുന്ന പുരികം തന്നെ നല്ല കറുപ്പുണ്ടാവും കേട്ടോ. ഇത് ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കും. കണ്ടില്ലേ, പുരികത്ത് നല്ല കറുപ്പ് ഉണ്ടാവുകയും ചെയ്യും. പുരികം നല്ല കട്ടിയിൽ തന്നെ വളരും കേട്ടോ. അപ്പോൾ ഇതൊന്നും കൺമശിയല്ല, എൻ്റെ ഒറിജിനൽ പുരികം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കട്ടിയിലുള്ള പുരികം ആക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാവേ. ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഒരു പാത്രത്തിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡപ്പി, ഒരു ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും മതി കേട്ടോ, അതിലേക്ക് എടുക്കുക. അപ്പോൾ ഞാനൊരു പാത്രത്തിലാണ് എടുത്തേക്കണത്. ഒരു സ്പൂൺ അളവിലാട്ടോ, ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ പറയണത്. ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. പിന്നെ വേണ്ട സാധനം വെളിച്ചെണ്ണയാണ്. ഇതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, അതായാലും അടിപൊളിയായിരിക്കും കേട്ടോ. അതില്ലാത്തവർക്ക് സാധാ വെളിച്ചെണ്ണ എടുക്കുക. ഈ ആവണക്കെണ്ണ എടുത്ത അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ആവണക്കെണ്ണ ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ തന്നെ. ആവണക്കെണ്ണ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയും ഒരു സ്പൂണ് തുല്യ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ആവണക്കെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ആവണക്കെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം ഇതാ വൈറ്റമിൻ ഇ ഗുളികയാണ്. അത് നമുക്കൊന്ന് ഇതിലേക്കങ്ങ് പൊട്ടിച്ചൊഴിച്ചെടുക്കാം കേട്ടോ. ഒരെണ്ണം മതിയേ. ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് എടുത്തേക്കണത്, അപ്പോൾ അതനുസരിച്ച് മതി കേട്ടോ. അതൊഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം ഇതാ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരു 3-4 തുള്ളി മതി. നമുക്ക് ഒലിവ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. 3-4 തുള്ളി മതി കേട്ടോ. 1 2 3 4 വീട് അപ്പം 4 തുള്ളി ഒലിവ് ഓയിലുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ. വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും വൈറ്റമിൻ ഇ ഗുളികയും ഒലിവ് ഓയിലും ഒക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഇതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ടേ, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ പുരികത്തങ്ങ് തേച്ചെടുക്കേണ്ടത്. രാത്രി കിടക്കാൻ നേരത്ത് ഇതേപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ തീർന്നിരിക്കുന്ന മസ്കാരയൊക്കെ ഉണ്ടാവില്ലേ, മസ്കാരയിലോട്ട് നമുക്ക് നല്ല വൃത്തി അങ്ങ് ക്ലീൻ ചെയ്ത് നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു ഓയിലുണ്ടല്ലോ നമുക്ക് അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അതങ്ങ് തുറന്നാൽ ബ്രഷും കൊണ്ട് അന്ന് പുരികത്തങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ പുരികം നല്ലവണ്ണം ഇരിക്കും. പിന്നെ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവും. നമ്മുടെ മുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഏറ്റവും ചെറിയൊരു ടിപ്പാണിത്. പുരികം നന്നായിട്ട് വളരാനും പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനൊക്കെ പറ്റിയ ഒരു ഈസി ടിപ്പാണ് കേട്ടോ. ഒലിവ് ഓയിലും ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ഗുളിക മാത്രം മതി നമ്മുടെ പുരികം നന്നായിട്ട് കട്ടി വളരാനും പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനും. പിന്നെ ചില ആൾക്കാർക്ക് പുരികമൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിന് ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഇതങ്ങ് രാത്രി കിടക്കാതെ തേച്ചെടുത്താൽ മതി. തേച്ച് കൊടുക്കുക മാത്രമല്ല, ചെറിയ രീതിയിൽ നമ്മൾ മസാജും കൂടി അങ്ങ് ചെയ്ത് കൊടുക്കുകയും വേണം. അതും മറക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെ പുരികമൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, അവർക്ക് ഈ ചുമന്നുള്ളി ഇല്ലേ, ചുമന്നുള്ളി നല്ലതാണ് കേട്ടോ. ചുമന്നുള്ളി നല്ല വൃത്തിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ഒരു എന്താ പറയുക കത്തിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ നീര് ശരിക്കും കിട്ടും. എളുപ്പത്തിനാണ് പറഞ്ഞേക്കണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞേക്കുന്നതാണേ. അപ്പം ചുമന്നുള്ളിയുടെ എന്താ പറയുക കത്തി കൊണ്ടെങ്ങാണ്ട് ഒരു കുത്തും കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഞെക്കാട്ടോ. ഞെക്കി കഴിയുമ്പോൾ നീര് കിട്ടില്ല. ആ നീര് നമ്മുടെ പുരികത്തെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുരികം നന്നായിട്ട് വളരാൻ നല്ലതാണ്. പുരികത്തിൻ്റെ ആ കൊഴിച്ചിലൊക്കെ മാറിയിട്ട് പുരികം നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ നല്ല വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.